أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സ്നേഹധന്യരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച അഥവാ ഈ റമദാനിലെ അവസാന ജുമുഅ ദിവസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് തീരുകയാണ്. വളരെ വേഗത്തിൽ പരിശുദ്ധ റമദാൻ നമ്മിലൂടെ കടന്നുപോയിരിക്കുകയാണ്. റമദാൻ നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റമദാനിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടിയോ ആ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ച് ഈ റമദാനിനെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ, പുൽകാൻ, നെഞ്ചിലേറ്റാൻ, നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുപോയെന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു നിമിഷം. എത്രയാണ് ഈ റമദാനിൽ ഞാൻ സക്കാത്ത് കൊടുത്തത്? എത്രയാണ് ഈ റമദാനിൽ ഞാൻ സ്വതക്കകൾ നൽകിയത്? എത്രയാണ് ഈ റമദാനിൽ ഞാൻ ഖുർആൻ പാരായണം നടത്തിയത്? എത്രയാണ് ഈ റമദാനിൽ രാത്രി നമസ്കാരങ്ങൾ ഞാൻ നിർവഹിച്ചത്? എത്രയാണ് ഈ റമദാനിൽ ദിക്റുകൾ ചൊല്ലി തീർക്കാൻ എനിക്ക് സാധിച്ചത്? എത്രയാണ് ഈ റമദാനിൽ നോമ്പുകാരനായ ഞാൻ നോമ്പ് തുറപ്പിച്ചത്? അയൽവാസികളെ ആദരിച്ചത്?
വിശുദ്ധ ഖുർആനിൽ നിന്ന് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 133 മുതൽ 136 വരെയുള്ള വചനങ്ങൾ. ഈ ഓതിവെച്ച ആയത്തുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ ഇന്നത്തെ ഖുതുബ അവസാനിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മുന്നിൽ ഇനി ഒരു വിശാലമായ പ്രസംഗത്തിന്റെ ഉത്ബോധനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റമദാനാകുമ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിൽ ധാരാളമായി ഉത്ബോധനങ്ങളും ക്ലാസുകളും നടന്നു വരാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ദുഹർ നമസ്കാരാനന്തരമുള്ള ക്ലാസുകൾ, തറാവീഹ് നമസ്കാരാനന്തരമുള്ള ക്ലാസുകൾ, പല പള്ളികളിലും സുബഹി നമസ്കാര ശേഷമുള്ള ക്ലാസുകൾ, അസർ നമസ്കാര ശേഷമുള്ള ക്ലാസുകൾ, ഇങ്ങനെ ഉത്ബോധനങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. എല്ലാ അർത്ഥത്തിലും നാം നോക്കിയാൽ നമ്മുടെ ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും നോമ്പ് തുറയുടെ കാര്യമാണെങ്കിലും നമുക്കൊന്നും ഒരു കുറവുമില്ലാത്ത ഒരു മാസമാണ് റമദാൻ മാസം. ആത്മീയമായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ക്ലാസുകളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും അതിനെല്ലാം പുറമെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഫോണുകളിലേക്ക് ഓരോരോ ചാനലുകളിലെ ലൈവ് പ്രസംഗങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേട്ടതിൽ നിന്ന് എത്രമാത്രമാണ് എന്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കൊണ്ടുവരാൻ ഈ റമദാനിൽ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചത് എന്ന് നാം ഓരോരുത്തരും ഈ പള്ളിയിൽ ഇരുന്ന് മനസ്സറിഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, وَمَنْ أَعْرَضَ عَنْ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنكًا وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى. എന്താണ് സഹോദരങ്ങളെ ഖുർആൻ പറയുന്നത്? വമൻ അഅറദ അൻ ദിക്രി, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്? അല്ലാഹുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ദൈവിക സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാരോ, ആ ഉപദേശം ചെവി കൊടുക്കാത്തവരെ അഥവാ ഉപദേശം സ്വീകരിക്കാത്തവരായ ആളുകളാരോ, ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അവരുടെ മഈശത്ത്, അവരുടെ ദുനിയാവിന്റെ ജീവിതം, അവരുടെ ഭൗതികമായ കാര്യങ്ങൾ അങ്ങേയറ്റം കുടുസായിരിക്കുന്നതാണ്, ഞെരുക്കമേറിയതായിരിക്കുന്നതാണ്, പ്രയാസകരമായിരിക്കുന്നതാണ്. അഥവാ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ഇടങ്ങേറുകൾ അനുഭവിക്കേണ്ടി വരികയാണ്. കാരണം അവർ ഒരുപാട് കേട്ടവരാണ്, പക്ഷേ കേട്ടതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല, ഉപദേശം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവരിലേക്ക് വന്നുകൊണ്ടിരുന്നു, പക്ഷേ അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞവരാണ്. അവരുടെ ദുനിയാവ് അങ്ങേയറ്റം പ്രയാസകരമാണ്. ദുനിയാവിലിട്ട് തന്നെ പടച്ച തമ്പുരാൻ അവരെ ഞെരുക്കി കളയുന്നതാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ ഖിയാമത്ത് നാളിൽ അത്തരം ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കണ്ണ് കാണാത്തവരായ നിലയിലാണ്, അന്ധന്മാരായ നിലയിലാണ്. പരലോകത്ത് അന്ധന്മാരായിട്ട് അവർ വരും. ദുനിയാവിൽ അന്ധന്മാരെ പറ്റിയല്ല പറയുന്നത്. പരലോകത്ത് വന്നപ്പോൾ അവരുടെ കണ്ണിന്റെ കാഴ്ച വാങ്ങിപ്പോയി. കാരണം എന്താ? ഉപദേശങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞു. അടുത്ത ആയത്ത് എന്തെന്നറിയുമോ? ഖാല, അവൻ ചോദിക്കുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, ലിമ ഹശറതനി അഅ്മാ,
വഖദ് കുന്തു ബസീറ, മുമ്പ് എന്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നു. ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോ മരിക്കുന്നത് വരെ എന്റെ കണ്ണുകൾക്ക് ഒരു തകരാറുമില്ല. എന്റെ കണ്ണിന്റെ കാഴ്ചയങ്ങ് മങ്ങിപ്പോയിട്ടില്ല. പിന്നെ എന്താണ് റബ്ബേ പരലോക വിചാരണയുടെ കോടതിയിലെത്തിയപ്പോ ഞാൻ അന്ധനായി തീർന്നത് എന്ന് അത്ഭുതത്തോടുകൂടി ഈ മനുഷ്യന്മാര് റബ്ബിനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി വരികയാണ്. അള്ളാഹ് പറയുകയാണ്, കദാലിക, അപ്രകാരം തന്നെയാണ് നിന്റെ അവസ്ഥ. കാരണം അത്തത്തിക ആയാതുനാ ഫനസീതഹാ, നമ്മുടെ ആയത്തുകൾ നിന്നിലേക്ക് വന്നപ്പോ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ, ഖുർആൻ മുഖേനയുള്ള ഉപദേശങ്ങൾ നിന്നിലേക്ക് വന്നപ്പോ ഫനസീതഹാ, അതെല്ലാം നീ മറന്നു കളഞ്ഞവനാണ്, അതെല്ലാം നീ വിസ്മരിച്ച് കളഞ്ഞവനാണ്. വകദാലിക യൗമ തുൻസാ, അപ്രകാരം നീയും ഇന്ന് വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കാര്യവും ഞാനിതാ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുമെന്ന് ഖുർആൻ. ഇനി നമ്മൾ ആലോചിക്കും, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരക്കുണ്ടാക്കും. പരലോകത്ത് വരുമ്പോൾ അന്ധന്മാരായിട്ട് വരും. ഈ വിവാദത്തിലാണോ ഞാനും നിങ്ങളും ഉൾപ്പെടുക? കേട്ട ഉപദേശങ്ങൾ ജീവിതത്തിലേക്ക് എത്രയാണ് സഹോദരങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചത്? നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ചോദ്യമില്ലേ? പരലോക വിചാരണയുടെ കോടതിയിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂലു ഖദമ ഇബ്നി ആദമ ഹത്താ യൗമൽ ഖിയാമത്തി, യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ, അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു വമാദാ അമില ഫീമാ അലിമാ. 5 കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിട്ടിട്ടല്ലാതെ, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഇജാബത്ത് നൽകിയിട്ടല്ലാതെ ആദ്യമിന്റെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലം വെച്ചടത്ത് നിന്ന് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് നബിതങ്ങൾ പറയുകയാണ്. ആ 5 ചോദ്യങ്ങളിൽ 5ാമത്തെ ചോദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യും. വമാദാ അമില ഫീമാ അലിമ, അറിഞ്ഞതുകൊണ്ട് എന്തു പ്രവർത്തിച്ചു? കേട്ടതിൽ നിന്ന്, പഠിച്ചതിൽ നിന്ന്, മനസ്സിലാക്കിയതിൽ നിന്ന് നിങ്ങൾ എന്താ പ്രവർത്തിച്ചത്? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ നേടിയത്? ഈ റമദാനിന്റെ തുടക്കം മുതൽ ഉപദേശം കേട്ടവരാണല്ലോ ഞാനും നിങ്ങളും. ചിന്തിക്ക് മനുഷ്യരെ, ചോദിക്ക് സ്വന്തത്തോട്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും ഒന്ന് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, സ്വന്തത്തോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ, തന്റെ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് അവൻ നടത്തിയത്. എന്താ നമ്മൾ സമ്പാദിച്ചത്? ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചത്, ആഖിറത്തിന് വേണ്ടി നേടിയെടുത്തത്. ഇനി റമദാനിൽ ഇതുപോലൊരു വെള്ളിയാഴ്ച മുഖാമുഖം ഞാനും നിങ്ങളും തമ്മിൽ ഇല്ല. ഇനി ഇതുപോലെ റമദാനിലെ ഒരു കൂടിക്കാഴ്ച കടന്നു വരണമെങ്കിൽ ഒരു കൊല്ലം കാത്തിരിക്കണം ഞാനും നിങ്ങളും. നമ്മിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. ഈ റമദാനിന്റെ തുടക്കത്തിൽ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, ഈ റമദാനിന്റെ പകുതി വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ല റമദാനിന്റെ ആദ്യത്തിലും 2ാമത്തെ 10ലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സഹോദരീ സഹോദരന്മാരും ഇന്ന് ഖബറിലാണ്, ബർസഖിലാണ്. ഇനി ഒരു റമദാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് ചോദ്യം സ്വന്തത്തോടാണ് ചോദിക്കേണ്ടത്, മറ്റുള്ളവരോടല്ല, മറ്റൊരുത്തന്റെ നേരെയല്ല. എന്നിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ റമദാൻ എനിക്ക് എന്ത് നേടിത്തന്നു? ഈ റമദാൻ പാപമോചനത്തിന്റെ മാസമായിരുന്നു, ഞാൻ പാപമോചനം തേടിയോ? ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നു, ഞാൻ ഖുർആൻ ഓതിയോ? നരകമോചനത്തിന്റെ മാസമായിരുന്നു, നരകമോചനത്തിന് വേണ്ടി ഞാൻ തേടിയോ? റയ്യാനിന്റെ കവാടം നോമ്പുകാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് കഴിയുമോ? ഈ റമദാനിൽ എന്റെ റബ്ബിനെ എത്രമാത്രം
സമയം നീണ്ടുപോകുമെന്ന് ഭയപ്പെട്ടിട്ട് ആ വിശദീകരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓതി വെച്ച ആയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വീട്ടിൽ പോയി ഖുർആൻ പരിഭാഷയെടുത്ത് മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ആയത്തുകളുടെ പരിഭാഷകളിലൂടെ നമ്മുടെ ഹൃദയത്തിലൂടെ ഈ വചനങ്ങൾ ഇങ്ങനെ ഓടി ഓടി പോകണം. എന്താണ് ഞാൻ ഓതി വെച്ച ആയത്തുകൾ സഹോദരങ്ങളെ? എന്താണ് ഖുർആൻ പറയുന്നത്? നിങ്ങൾ ധൃതി കാണിക്കുക, നിങ്ങൾ തിരക്ക് കൂട്ടുക, നിങ്ങൾ മത്സരിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടണേ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അസറൊക്കെ കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി നമ്മൾ ഓരോ ഷോപ്പിലേക്ക് മാളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാൽ എന്തോ ഒരു തിരക്കായിരിക്കും. എവിടെയെങ്കിലും 20% അല്ലെങ്കിൽ 50% ഓഫർ എങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കേറാൻ കഴിയാത്തത്ര മാത്രം തിരക്കായിരിക്കും. ഖുർആൻ പറയാൻ നിങ്ങൾ ധൃതി കാണിക്കണം, നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ തിരക്ക് കൂട്ടണം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിങ്ങളുടെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടുക. ആരാണ് തിരക്ക് കൂട്ടിയത്? പാപമോചനം തേടാൻ ആരാണ് തിരക്ക് കൂട്ടിയത്? റമദാനല്ലേ സഹോദരങ്ങളെ തീർന്നു പോകുന്നത്? റമദാനിന്റെ അവസാന 10ലൂടെയല്ലേ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്? ഏറ്റവും പുണ്യമേറിയ മഹത്വമേറിയ പോലീശയാക്കപ്പെട്ട സുദിനങ്ങളാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ. ആരാണ് പള്ളിയിലേക്ക് വന്നത്? ആരാണ് ഇഅ്തികാഫിരുന്നത്? ആരാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചത്? ആരാണ് പാപമോചനം തേടിയത്? റമദാനിന്റെ അവസാന 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഞാനും നിങ്ങളും പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പോലും അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫ്വുൻ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി എനിക്ക് നീ മാപ്പ് നൽകണേ. എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിച്ചു? ഈ പ്രാർത്ഥനയ്ക്ക് എണ്ണമില്ല, വണ്ണമില്ല, നീളമില്ല, കയ്യും കണക്കുമില്ല, രാവും പകലും വ്യത്യാസമില്ല. പള്ളിയിലിരുന്ന് ചെല്ല, വീട്ടിലിരുന്ന് ചെല്ല, ഷോപ്പിലിരുന്ന് ചെല്ല, വണ്ടി ഓടിക്കുമ്പോ ചെല്ല, എവിടെ ചെല്ലിയ ആളുകൾ നമ്മുടെ നാവുകളുടെ അതരങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ നമ്മുടെ അതരങ്ങൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കേണ്ട സമയം, നാവിൻ മുമ്പിൽ തട്ടിക്കളിക്കേണ്ട സമയം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, ആ പാപങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലിരുന്ന് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ചെയ്തുപോയ പാപത്തെ കുറിച്ചുള്ള കുറ്റബോധത്തോടുകൂടി പറയാൻ എത്ര ആളുകൾക്ക് സാധിച്ചു സഹോദരങ്ങളെ? ഈ റമദാനും വേസ്റ്റായോ? ഈ റമദാനും നഷ്ടമായോ? എല്ലാ കൊല്ലവും റമദാൻ വരുന്നത് പോലെ ഈ കൊല്ലവും റമദാൻ വന്ന് കടന്നുപോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു മാറ്റം ഉണ്ടാക്കിയില്ലേ റമദാൻ നമ്മളിൽ? ആത്മീയമായ ഒരു മാറ്റത്തിനും ഈ റമദാൻ നമുക്ക് ഉപകരിക്കാതെ പോയോ? നിങ്ങൾ തിരക്ക് കൂട്ടുക, ധൃതി കൂട്ടുക. പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടണം. പാപമോചനത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി. ആർക്കാണ് പാപമോചനത്തിന് വേണ്ടി തിരക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. നിങ്ങൾ തിരക്ക് കൂട്ടിയാൽ മതി, നിങ്ങൾ ചോദിച്ചാൽ മതി, ആ റബ്ബ് നിങ്ങൾക്ക് കൊടുത്തേരും. അതിനുവേണ്ടി മാത്രമല്ല നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടത്. വജന്ന, ഒരു സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടണം. എങ്ങനെയുള്ള സ്വർഗമാണ്? അർദുക സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിന്റെ വീതി, അതിന്റെ വിശാലത, അതിന്റെ വിസ്താരം എന്ന് പറയുന്നത് ആകാശഭൂമികളെ
കൂട്ടത്തിൽ, സഹോദരിമാരുടെ കൂട്ടത്തിൽ, പെൺമക്കളുടെ കൂട്ടത്തിൽ മഹാനായ യോട് ഭാര്യ പറയുകയാണ്, എന്നാ നേരം വെളുക്കാൻ കാക്കണ്ട, ഇപ്പൊ തന്നെ എഴുന്നേറ്റോ, വേഗം പോയിക്കോ, എവിടെയാണ് പാപങ്ങളുള്ളത് എന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ച് ദാനം ചെയ്ത് എല്ലാം തീർത്തിട്ട് വന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. സുബ്ഹാനല്ലാഹ്. രാത്രി തന്നെ എഴുന്നേറ്റ് പോയി അത് മുഴുവൻ ദാനം ചെയ്ത് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. എന്തിനായിരുന്നു? സ്വർഗത്തിന് വേണ്ടി. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞെരുങ്ങിക്കൊണ്ടാണ് അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ പ്രവേശിക്കുക. പ്രവേശിക്കൂല എന്ന് പറഞ്ഞില്ല, പ്രവേശിക്കും, പക്ഷേ കുറച്ച് ഞെരുക്കുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഇത് കേട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എനിക്കൊരു ഞെരുക്കവുമില്ലാതെ പ്രയാസവുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് വളരെ വേഗത്തിലേക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന അത്ര കച്ചവട ചരക്കുകൾ. സുബ്ഹാനല്ലാഹ്. എത്ര കോടികൾ വരും ഇന്നത്തെ വില അനുസരിച്ച് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ? 700 ഒട്ടകം, ഒന്നും രണ്ടും അല്ല, 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന 700 ഒട്ടകപ്പുറത്തുള്ള കച്ചവട ചരക്കുകൾ മുഴുവനും മദീനയിലെ പട്ടിണി പാവങ്ങൾക്കായി അത് മുഴുവനും സൗജന്യമായി വിതരണം ചെയ്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പ്രയാസവുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ആരാ മത്സരിച്ചത്? ആരാ തിരക്ക് കൂട്ടിയത്? തബൂക്ക് യുദ്ധം കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കൊണ്ടുവരാൻ പറഞ്ഞു. സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് യുദ്ധ ആവശ്യത്തിനായി കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നു വെച്ചു. ഓരോരുത്തരും മത്സരിക്കുകയാണ് പ്രവാചകന്റെ മുന്നിൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനായി മത്സരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും മത്സരമാണ്. എന്തിനാ മത്സരിച്ചതറിയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ. നമ്മളെ മത്സരിക്കാൻ പോകണമെന്നറിയോ? ഓ വാങ്ങിയത് 1000 രൂപയുടെ ഷർട്ട, ഞാൻ വാങ്ങുന്നത് 1500 ആയിരിക്കണം. എന്റെ കൂട്ടുകാരന്റെ മകൻ 2000 രൂപയുടെ ഷൂ വാങ്ങിയത്, എന്റെ മകൻ 4000 രൂപയുടെ ഏറ്റവും ബ്രാൻഡായ സാധനമായിരിക്കണം പെരുന്നാൾ ധരിക്കേണ്ടത്. ഇതായിരിക്കും എന്റെ നിങ്ങളുടെ മത്സരം. മുൻഗാമികൾ മത്സരിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സിദ്ദീഖുൽ ആദം എപ്പോഴും പരാജയപ്പെടുത്തും. ഉമർ റളിയല്ലാഹു ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എങ്ങനെയെങ്കിലും അബൂബക്കറിനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. അങ്ങനെയാണ് പ്രവാചകന്റെ ആഹ്വാനം ഉണ്ടാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി, ഒന്നും നോക്കിയില്ല. തന്റെ സമ്പത്തിന്റെ നേർ പകുതിയാണ്. തന്റെ സമ്പത്ത് എത്രയാണോ അതിന്റെ 50%, അതിന്റെ നേർ പകുതി, ഭീമമായ സംഖ്യ, വലിയ കൂമ്പാരം പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. എന്നിട്ട് അബൂബക്കറിനെ നോക്കിയിരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു എന്താ കൊണ്ടുവരുന്നതെന്നറിയാൻ അബൂബക്കർ റളിയല്ലാഹു വന്ന് കുറച്ചിങ്ങനെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഉമർ റളിയല്ലാഹു മനസ്സുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക, ഇപ്രാവശ്യം എന്തായാലും ഞാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തും. പ്രവാചകൻ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ കൊണ്ടുവന്നത്? നിങ്ങളെന്താ കൊണ്ടുവന്നത്? സിദ്ദീഖ് ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ, എല്ലാ തവണയും കൊണ്ടുവരുന്നത് പോലെയല്ല, ഏറ്റവും കൂടുതലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ എന്റെ സമ്പത്തിന്റെ നേർ പകുതി തന്നെ ഞാൻ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മറുപടിയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്ക. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ വിളിച്ചു, അബൂബക്കറെ, ഈ എന്താ കൊണ്ടുവന്നത്? ആ സമയത്ത് സിദ്ദീഖ് പറയുകയാണ്, നബിയേ, ഞാൻ കൊണ്ടുവന്നത് എന്റെ സമ്പത്തിന്റെ പകുതിയല്ല, ഞാൻ കൊണ്ടുവന്നത് എന്റെ സമ്പത്ത് മുഴുവനാണ്. ഇനി എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ ഒന്നുമില്ല നബിയേ. നാളെ യുദ്ധത്തിലാകുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാനുള്ള വാളും പരിചയവുമല്ലാതെ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ ഇനി അബൂബക്കറിന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയേ. ഉള്ളത് മുഴുവൻ കൊണ്ടുവന്ന് കൊടുത്തു. സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതിനുവേണ്ടി നിങ്ങൾ തിരക്കൂട്ട.
അതിനുവേണ്ടിയുള്ള മത്സരികളെ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ കഅർദിസ് അർദു വസ്സമാവാതു വൽ അർദ് അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് വഇജ്ജത ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഖുർആനിലെ മറ്റൊരു പ്രയോഗമാണ്. അവിടെ ഖുർആൻ പറഞ്ഞത് മത്സരികളെ മുസാബഖ, മത്സരം, മത്സരിക്കുക, സ്വർഗ്ഗത്തിന് വേണ്ടി മത്സരിക്കുക. എവിടെയാണ് നമ്മളൊക്കെ സഹോദരങ്ങളെ? ഇവരൊക്കെ പോയ അതേ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകാനുള്ളത്? ഈ സ്വർഗത്തിന് വേണ്ടി എന്താ നമ്മൾ ചെയ്തു കൂട്ടിയത്? ആകാശഭൂമികളോളം വിശാലായ സ്വർഗം ഒന്ന് എത്തിപ്പിടിക്കണ്ടേ? ഒരു കാലെങ്കിലും എടുത്തു വെക്കാൻ കഴിയണ്ടേ? മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിന ദുനിയാ വമാ ഫിഹാ. ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. അവിടെ 2 സെന്റ് വേണ്ട, ഏക്കറൊന്നും വേണ്ട. സ്വർഗത്തിൽ ഒരു ചമ്മട്ടി, ഒരു ചാട്ടവാറ വെക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരുക്കി വെച്ച ആർക്കാണെന്നറിയോ? ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. നോമ്പെന്തിനായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ള ആളുകളാകാൻ, മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പെടുക്കാനെന്ന് പറഞ്ഞത്. റമദാനിലൂടെ മുത്തഖീങ്ങളായി തീരാൻ നമുക്ക് കഴിഞ്ഞുവോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുക, സ്വീകരിക്കുക. സ്വർഗ്ഗം ആർക്ക് വേണ്ടിയാ? ഉഇദ്ദത്തിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെക്കപ്പെട്ടിരിക്കുകയാണ്. കിട്ടോ എനിക്കും നിങ്ങൾക്കും? അത് ചിന്തിച്ചാണോ? സ്വന്തത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ എനിക്കും നിങ്ങൾക്കും കിട്ടോ ഈ സ്വർഗം? ആകാശഭൂമികളോളം വിശാലമായ, വർണ്ണനാതീതമായ, മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരി. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിലും രൂപകൽപ്പന ചെയ്യാൻ സാധിക്കാത്തത്രമാത്രം അനുഗ്രഹങ്ങൾ ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പ്രവാചകൻ ഒരു ആയത്ത് ഓതിക്കൊണ്ടു ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ. വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ഓതുന്ന ആയത്താണ്. ഒരാൾക്കും അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല, അത്രമാത്രം അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ. ആ സ്വർഗം എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ സഹോദരങ്ങളെ? അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുള്ള ക്വാളിറ്റി ഈ റമദാനിൽ ഞാനും നിങ്ങൾ നേടിയെടുത്തോ? അങ്ങനത്തെ നോമ്പുകാരായി റമദാനിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇനി അടുത്ത ആയത്ത് ബാക്കി. അല്ലദീന, അവർ യാതൊരു കൂട്ടരാണ്, യുംഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്, ഫിസ്സറാഇ വദ്ദറാ, സന്തോഷത്തിലും ദുഃഖത്തിലും. സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും അവർ ദാനം ചെയ്യുന്നവരാണ്. നമുക്കുണ്ടോ ഈ ഗുണം? ഓരോരും സ്വന്തവുമായി നമ്മൾ താരതമ്യം ചെയ്യുക. അവർക്ക് സന്തോഷമുള്ള സമയം, ഒരു ഇടങ്ങേറുള്ള സമയം അവർ ദാനം ചെയ്യും. ഈ ഇടങ്ങേറുള്ള സമയത്തും അവർ ദാനം ചെയ്യും. നമുക്ക് പറ്റും. നമ്മൾ പറയും കച്ചവടമൊന്നുമില്ല, പഴയതുപോലെയൊന്നുമില്ല, ആകെ ഇടങ്ങേറാണ്, ടൈറ്റാണ്, വീട് പണിയാണ്, മോളുടെ കല്യാണാണ്, മക്കളുടെ പഠനാണ്, ഹോസ്പിറ്റൽ കേസാണ്. എപ്പ ദീനിന്റെ കാര്യം പറഞ്ഞാലും ഓരോരോ ടൈറ്റും ഇടങ്ങേറും പ്രയാസങ്ങളും നമുക്ക് പറയാനുണ്ടാവും. ഖുർആൻ പറയാണ് ഈ മുത്തഖീങ്ങളുടെ പ്രത്യേകത അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും അവർ ദാനം ചെയ്യുന്നവരാണ്. പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു സ്വദഖത്തി അഅ്ളമു അജ്റ, ഏറ്റവും മഹത്തായ സ്വദഖ ഏതാ നിങ്ങൾക്കറിയോ? ഏതാ? അൻ തസദ്ദഖ, നീ സ്വദഖ ചെയ്യലാണ്. വ അൻത സ്വഹീഹുൻ, നല്ല ആരോഗ്യമുള്ള സമയത്ത്. വ അൻത ശഹീഹുൻ, ശുഹ്, പിശുക്ക് നിന്നെ പിടികൂടുന്ന സമയത്ത്. അതുപോലെ തന്നെ വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്ന സമയത്ത്. സമ്പന്നതയെ നീ കാക്ഷിക്കുന്ന സമയത്ത്. ആ സമയത്തുള്ള ദാനത്തിനാണ് കൂടുതൽ പുണ്യം
നല്ല ആരോഗ്യമുള്ള സമയം എന്ന് പറഞ്ഞാൽ അടിച്ചുകൂടിയ ടൈം, നമുക്ക് പൈസ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ടൈം. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല, ദുനിയാവ് നമുക്ക് ചെയ്യില്ല. ആ നല്ല ആരോഗ്യമുള്ള ചുരുളിക്കുള്ള സമയത്താണ് പൈസക്ക് കൂടുതൽ ആവശ്യം വരാ. ആ ടൈമിൽ നീ ദാനം ചെയ്യണം. പിശുക്ക് നിന്നെ പിടികൂടുന്ന സമയം, കൊടുക്കാനൊരു മടി, ആ സമയത്ത് നീ ദാനം ചെയ്യണം. സമ്പന്നതയെ വല്ലാതെ കാംക്ഷിക്കുന്ന സമയം, ദാരിദ്ര്യത്തെ ഭയപ്പെടുക, കൊടുത്താൽ തീർന്നു വിചാരിക്ക, ആ സമയത്തുള്ള സ്വതക്കയാണ് ഏറ്റവും പുണ്യമേറിയ സ്വതക്ക. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, നീ പിന്തിപ്പിക്കാൻ പാടില്ല നിന്റെ സ്വതക്കയെ. ഏതുവരെ? ഐശ്വര്യത്തിലേക്ക് എത്തുന്നത് വരെ, പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. ഐശ്വര്യത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ കിടന്നിട്ട് പറയാം, ഇത്ര ഇന്ന പള്ളിക്ക് മദ്രസക്ക് അവർക്ക് ഇവർക്ക്. പ്രവാചകൻ പറയാ, അതുവരെ നിന്റെ സ്വതക്ക നീ പിന്തിപ്പിക്കല്ലേ. അതിനു മുമ്പ് നീ ദാനം ചെയ്യും. മരിക്കാൻ നേരത്ത് നിങ്ങൾ 100 ദിർഹം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് 1 ദിർഹം കൊടുത്താൽ അതിനാണ് കൂലീന. ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഐസിയുവിൽ കിടക്കുമ്പോ ഡോക്ടർ പറയണ അറിയിക്കാനുള്ളവരെ അറിയിച്ചോ, ആ സമയത്ത് കൊടുക്കുന്ന 10 ലക്ഷം ഏതിനാ മൂല്യം കൂടുതൽ അല്ലാതെ ജീവിച്ചിരുന്നപ്പോ നിങ്ങൾക്കല്ല ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ കൊടുത്ത 1000 രൂപ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത 1 ലക്ഷത്തേക്കാൾ വലുതാണ് അല്ലാതെ എടുക്കൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദാനം ചെയ്യണം. മുത്തഖീങ്ങൾ അല്ലദീനയും സന്തോഷാവസ്ഥയിലും ദുഃഖാവസ്ഥയിലൊക്കെ അവർ ദാനം ചെയ്യും. കോപം ഒതുക്കി വെക്കും, ദേഷ്യം ഒതുക്കി വെക്കും. ഈ റമദാനിൽ ക്ഷമ നമുക്കുണ്ടായി, ദേഷ്യം ഒതുക്കി വെക്കാൻ നമുക്ക് കഴിഞ്ഞു. അവർ ജനങ്ങൾക്ക് മാപ്പ് നൽകും, മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യും. റമദാനായിട്ടെങ്കിലും വിട്ടുവീഴ്ച മനസ്ഥിതി എന്നിലും നിങ്ങളിലും ഉണ്ടായോ? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അത്തരം മുഹ്സിനീങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക. ഇനിയോ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലു അൻഫുസഹും ദക്കറുല്ലാഹ്. അവർ അവരോട് തന്നെ വല്ല നീചവൃത്തി ചെയ്തു പോയാൽ, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടൻ തന്നെ അവർ അല്ലാഹുവിനെ സ്മരിക്കുകയാണ്, അല്ലാഹുവിനെ ഓർക്കുകയാണ്. എന്നിട്ടോ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, പറ്റിപ്പോയതിൽ അല്ലാഹുവിനോട് അവർ പാപമോചനം തേടുകയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ വേറെ ആരുണ്ട്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർ പിടിച്ചു നിൽക്കുകയില്ല, ശ്രദ്ധിച്ചു നിൽക്കുകയില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ അവർ കടിച്ചു തൂങ്ങാതെ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാണ്. ഉലൈക അക്കൂട്ടർ ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്. ആദ്യം പറഞ്ഞെന്താ? പാപമോചനത്തിന് വേണ്ടി ധൃതി കാണിക്കാൻ. അള്ളാഹു മറുപടി കൊടുക്കാൻ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്താണ്, പാപമോചനമാണ്. പിന്നെയോ വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ. ആദ്യം പറഞ്ഞെന്താ? സ്വർഗത്തിന് വേണ്ടി തിരക്കൂട്ടാനാണ്. അവസാനം പറഞ്ഞെന്താ? ഈ ഗുണങ്ങളുള്ള ആളുകൾക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമാണുള്ളത്. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എത്രയോ നല്ലത്. ഇതുപോലെ നമുക്ക് നന്നാകാൻ, ഇതുപോലെ നമ്മുടെ റമദാനിനെ വിചാരണ ചെയ്യാൻ ഈ 4 ആയത്തുകൾ മതി. സൂറത്ത് ആൽ ഇംറാനിന്റെ 133, 34, 35, 36 ആയത്തുകൾ ഒന്ന് മനസ്സിൽ വായിച്ചു. ഖുർആൻ എടുത്തിട്ട് വീട്ടിൽ പോയി രാത്രിയോ വൈകിട്ടോ പള്ളിയിൽ വന്ന് ഇത്തികാഫിരിക്കുമ്പോഴോ ഇതൊന്നിങ്ങനെ ഓതി, ഓരോ സെന്റൻസും ഓതി അതിന്റെ അർത്ഥം വായിച്ച് ജീവിതവുമായി കത്തിച്ചു നോക്കിയാൽ ഏറ്റവും നല്ല ഉപദേശം അത് തന്നെയാണ്. ഈ റമദാൻ വിട പറയുന്ന സമയത്ത് എന്നോടും നിങ്ങളോടുമായി എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ആവർത്തിക്കണം, ആവർത്തിച്ച് കേൾക്കണം, വായിക്കണം. ഹൃദയം തുറന്നുകൊണ്ട് ഈ വചനങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചാൽ ഉറപ്പാണ് നമ്മൾ കരയും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. റമദാൻ നമ്മൾ ശരിക്കും കരയേണ്ട മാസം. നമ്മൾ ആരെങ്കിലും കരഞ്ഞു ഒരു ദിവസമെങ്കിലും അള്ളാന്റെ മുന്നിൽ ഒന്ന് ഒറ്റക്കിരുന്ന് കണ്ണുനീരൊലിപ്പിച്ച് ചെയ്തു പോയതെല്ലാം ഓർത്തുകൊണ്ട് അള്ളാന്റെ മുന്നിൽ നിന്ന് ഒറ്റക്കിരുന്ന് കരയാൻ നമ്മൾ എത്ര ആളുകൾക്കാണ് സാധിച്ചത്? ആളുടെ കൂട്ടത്തിലല്ല, ഒന്നിച്ചിരിക്കുമ്പോഴല്ല, ഒറ്റക്കിരുന്നിട്ട് കരയാൻ എൻ്റെ റബ്ബ് കാണാൻ വേണ്ടി മാത്രമായി ഈ റമദാനിൽ ഒരു രാത്രിയെങ്കിലും നിറകണ്ണുകളോടെ അള്ളാന്റെ മുന്നിൽ ഒറ്റക്കിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, റമദാൻ നഷ്ടമാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഇതാ തീരുകയാൽ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം പോലും റമദാനിൽ നമ്മുടെ മുന്നിൽ
ദൗറയെങ്കിലും ഖുർആനിൽ നിന്ന് ഞാൻ ഓതി തീർത്തുവോ, സകാത്ത് കണക്ക് നോക്കി കൊടുത്തുവോ, സ്വതക്ക എത്രയാ കൊടുത്തത്, എന്തൊക്കെ ഞാൻ ചെയ്തു, ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്, എത്രയും വേഗം നമ്മൾ ചെയ്തു തീർക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റമദാനുമായി ബന്ധപ്പെട്ട ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറയാനുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, നമുക്കറിയാം, നമ്മളെല്ലാവരും നോമ്പ് 29 പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും 99% നോമ്പ് 29 ആകാനാണ് സാധ്യത. കാരണം ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ച് ഏകദേശം 10-40 മിനിറ്റോളം കേരളത്തിൽ നിലാവുണ്ട്. 40 മിനിറ്റോളം നിലാവുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബുധനാഴ്ച ഈദുൽ ഫിത്ർ ആഘോഷിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച 30 പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചയിലേക്ക് പോകും. അപ്പൊ ഏതായിരുന്നാലും പരിശുദ്ധ റമദാനിന്റെ ഇനി എത്ര ദിവസമുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കാൻ. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, 4 പകലാണ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്, 4 രാത്രി. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇനി കളയാനില്ല. പരമാവധി ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ഖുർആൻ ഓതുക, എൻ്റെ ഖബറിലേക്ക് ഞാൻ ചെയ്തു വെക്കുന്നത് മാത്രമായിരിക്കും ഉപകരിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്മകളിൽ ധൃതിപൂർവം തിരക്കിട്ടുകൊണ്ട് മുന്നേറാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കഴിയണം. റമദാനിന്റെ അവസാനങ്ങളിലേക്ക് എത്തുന്തോറും റമദാനിന്റെ പോരിശ കൂടുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും പർച്ചേസിങ്ങിന്റെ മൈൻഡിലേക്ക് മാറിപ്പോകും, പള്ളിയിലേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാവും. ഇന്ന് മുതൽ നിങ്ങൾ നോക്കിക്കോ, ഒട്ടുമിക്ക പള്ളിയും ഇന്നത്തെ ജുമാഅയോടുകൂടി തീരുകയാണ്. പിന്നെ വല്ല 27 കുറച്ച് ആളുകൾ വന്നു, പിന്നെ ആരും ഉണ്ടാവില്ല പള്ളിയിൽ. ആ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ പള്ളിയിലെ സ്റ്റാഫും അവർ മാത്രമേ ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഖുത്ബ കേൾക്കുന്ന ഒരാൾ മാറിപ്പോകരുത് എന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എല്ലാ ഞായറാഴ്ചയും ദുഹർ നമസ്കാരാനന്തരം നമ്മുടെ ഈ പള്ളിയിൽ ഖുർആൻ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച ദുഹർ നമസ്കാരാനന്തരം ബഹുമാന്യനായ സുധീർ ആലുവ ഇവിടെ പറയുന്ന റമദാൻ എന്ന വിഷയത്തെ കുറിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, സക്കാത്തിനെ സംബന്ധിച്ച് ഒരു ഖുത്ബയിൽ നമ്മുടെ റമദാനിന്റെ 2ാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുത്ബ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ പള്ളിയിൽ സക്കാത്ത് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം കണക്ക് നോക്കി പരമാവധി റമദാനിൽ തന്നെ കൊടുത്താൽ അതിന് പുണ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സക്കാത്ത് സെല്ലുമായി സഹകരിക്കുക. സക്കാത്ത് സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞവരാണ്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് ഈ റമദാനിൽ നമ്മുടെയൊക്കെ നോമ്പിലും നമ്മുടെ ഇബാദത്തിലും എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതോടൊപ്പം പെരുന്നാളിൻ്റെ അന്ന് ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല, അതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് ആളോഹരി 105 രൂപയാണ്. ഒരാൾക്ക് 105 രൂപ എന്ന തോതിൽ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ, ഭാര്യയും ഭർത്താവും മക്കളും അടക്കം 5 പേരാണെങ്കിൽ ആരാണോ കുടുംബനാഥൻ, ആ കുടുംബനാഥൻ ഒരാൾക്ക് 105 രൂപ വെച്ച് 5 പേർക്കും 105 × 5 എത്രയാണോ അത് ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഒരാൾ ഇന്നാണെന്ന് വിചാരിക്കാൻ, ഇന്നാണ് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നാളെയാണ് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പോകുമ്പോൾ അന്ന് അയാൾക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ജനിച്ച കുട്ടിക്ക് വരെ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇന്ന് ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇന്ന് എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് പോലെയല്ല, ഫിത്ർ സക്കാത്ത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാനൊക്കെ ചെയ്യാം. ഇനി മാത്രമല്ല, സക്കാത്ത് സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് മിച്ചം വരുന്നതിന്റെ ഇത്ര % അവർ കൊടുക്കുക. ഫിത്ർ സക്കാത്ത്
അത് കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ബാക്കിയുണ്ടോ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ ഞാനും നിങ്ങളും നമ്മൾ ആരും ഫിത്ർ സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. അത് കൃത്യമായി നൽകുക എന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ പെരുന്നാൾ നമസ്കാരം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം ശവ്വാൽ 1 രാവിലെ 7:45 എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പെരുന്നാൾ ദിവസം ഒരുപാട് സുന്നത്തുകളുണ്ട്, നഷ്ടപ്പെടരുത്. കഴിവുള്ള ആളുകൾ പുതുവസ്ത്രം ധരിക്കുക സുന്നത്താണ്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഈദ്ഗാഹിലേക്ക് പോവുക സുന്നത്താണ്. വലിയ പെരുന്നാളാണെങ്കിൽ കഴിക്കാതെ പോകലാണ് സുന്നത്ത്. ചെറിയ പെരുന്നാളിന് കഴിച്ചിട്ട് പോകലാണ് സുന്നത്ത്. ഒരു വഴിയിലൂടെ പോവുക, മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക, അത് സുന്നത്താണ്. ഈദ്ഗാഹിൽ സംഭാവന നൽകുക, സ്വതക്ക നൽകുക പ്രവാചകന്റെ പ്രത്യേകമായ സുന്നത്താണ്. സ്വതക്കയുടെ മൂല്യം കിട്ടും, സുന്നത്തിന്റെ മൂല്യം കിട്ടും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വസ്ത്രം വാങ്ങുമ്പോൾ ഇസ്ലാമികപരമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാൾ ആഘോഷം ഇസ്ലാമികപരമായ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. പെരുന്നാൾ ആഘോഷിക്കേണ്ടത് തിയേറ്ററിൽ പോയി ഏതെങ്കിലും പുതിയ പടം റിലീസായ അത് കണ്ടിട്ടോ, അതല്ലെങ്കിൽ അടിച്ചു പൊളിച്ചിട്ടോ, അതല്ലെങ്കിൽ കുപ്പി വാങ്ങി പൊട്ടിച്ചിട്ടോ, പടക്കം പൊട്ടിച്ചിട്ടോ അല്ല. വീട്ടുകാരോടൊപ്പം, ഉമ്മയോടൊപ്പം, ഉപ്പയോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം അങ്ങനെ ആ കുടുംബ ബന്ധങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഇസ്ലാമികപരമായ ആഘോഷം നിലനിർത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതൽ നമുക്കറിയാം ശവ്വാൽ മാസത്തിൽ 6 സുന്നത്തായ നോമ്പുകളുണ്ട്. തുടർച്ചയായിട്ട് എടുക്കലാണ് ഏറ്റവും ഉത്തമം. അതിന് കഴിയുന്നില്ലെങ്കിൽ ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും 6 ദിവസങ്ങളിലായി ആ സുന്നത്തായ നോമ്പ് നമ്മൾ എടുക്കുക. റമദാനിലെ നോമ്പും ശവ്വാലിലെ 6 നോമ്പും ഒരാൾ അനുഷ്ഠിച്ചാൽ 1 വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.